ഈ മഞ്ഞായിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഇവിടെ മൃഗങ്ങളൊക്കെ ചാകും. അപ്പോൾ നമുക്ക് കുഴിച്ചിടാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ചിലരൊക്കെ ചോദിക്കും എന്ത് കുഴിച്ചിടാൻ പാടില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അത് ഒരു പരീക്ഷണത്തിനായിട്ട് ഞാൻ ഇന്നിവിടെ ഒരു കോഴി അസുഖം വന്ന് ചത്തപ്പോൾ അതിനെ എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പം ഞാനിന്ന് ഇതിനെ ഇവിടെ കുഴിച്ചിടാൻ പോവുകയാണ്. എന്നിട്ട് മഞ്ഞൊക്കെ മാറി കഴിയുമ്പോൾ നമുക്ക് നോക്കാം ഇത് എത്രത്തോളം കുഴിച്ചിടാൻ നമുക്ക് പറ്റും എന്നുള്ളത്. പിന്നെ കുഴിച്ചിടുമ്പം ഈ വല്ല മൃഗങ്ങളൊക്കെ വന്ന് മാന്തി തിന്നാനൊക്കെയുള്ള സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും ഇപ്പം ഞാനിതിനെ കുഴിച്ചിടാൻ പോവുകയാണ്. പക്ഷേ കുഴിക്കുന്നതിനൊരു പരിധിയുണ്ട്. കുറേ കുഴിച്ച് കഴിയുമ്പോഴത്തേക്കും അത് പിന്നെ നമുക്ക് കുഴിക്കാൻ പറ്റാതെയാവും, ഐസായിപ്പോവും. അപ്പം ഞാൻ ഈ മഞ്ഞ് മാത്രം ഇപ്പം മാന്തി കോഴിയെ കുഴിച്ചിടാൻ പോവുകയാണ്. കുഴിക്കാനും ഒക്കെ വലിയ പ്രയാസമാണ്. പിന്നെ താഴത്തെ ഐസ് നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം എനിക്ക് ഇത്ര വരെ എനിക്ക് കുഴിക്കാൻ പറ്റുന്നുള്ളൂ കേട്ടോ. ഉണ്ട്. പിന്നെ അതിൻ്റെ അടിയിലെല്ലാം ഐസാണ്. വല്ല കോടാലിയോ എല്ലാം വെച്ച് പൊട്ടിച്ചൊക്കെ എടുക്കണം. എനിക്ക് പൊട്ടിക്കാനൊന്നും വയ്യ. അപ്പം ഞാനിപ്പോൾ ഈ കോഴി എവിടെ ഇട്ടിട്ട് മഞ്ഞ് കൊണ്ട് മൂടി അങ്ങ് ഇടാൻ പോവുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വന്ന് നോക്കാം, മഞ്ഞൊക്കെ പോയിട്ട് വന്ന് നോക്കാം ഇത് എന്തായി എന്നുള്ളത്. ഇപ്പം ഇവിടെ മഞ്ഞെല്ലാം മാറി. ഇന്നലെ മഞ്ഞുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് എല്ലാം മാറി. അപ്പം അന്ന് നമ്മൾ കുഴിച്ചിട്ട കോഴി എത്രമാത്രം ആഴത്തിൽ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇപ്പം മഞ്ഞൊക്കെ പോയില്ലേ. അപ്പം ആ കോഴിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് നോക്കാം. കുട്ടാപ്പി നോക്കാം, നോക്കിയാലോ? ദേ കണ്ടോ, ഇത് ദേ ഇവിടെ കിടക്കുകയാണ്. എന്തൊക്കെ കടിച്ച് തിന്നിരിക്കുന്നു. ഇവിടെ കിടക്കുകയാണ്. ആകെ ഇതിൻ്റെ അടിയിലോട്ട് പോലും അത് പോയിട്ടില്ല. ഞാനൊന്ന് കുറേ പാടുവിട്ട് കുറച്ച് കുഴിച്ചായിരുന്നു. അപ്പം അതെവിടെ കിടക്കുകയാണ്. ഇവിടെ എല്ലാം ഐസാണ് കണ്ടോ. ഇതെല്ലാം ഇപ്പോഴും ഐസാണ്. അപ്പം ഞാനൊന്ന് കുഴിച്ചത് ഇത്രയേ പോയിട്ടുള്ളൂ, മണ്ണിനടിയിലോട്ട് പോലും പോയിട്ടില്ല. എന്തോ ജീവി കുറച്ചൊക്കെ കടിച്ചിരിക്കുന്നു, അല്ലാതെ അത് അഴുകിയിട്ടൊന്നുമില്ല. ഫ്രീസറിൽ വെച്ചതുപോലെ. എന്തെങ്കിലും പ്രോജക്റ്റ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ മഞ്ഞിൽ കുഴിക്കാനുള്ള മെഷീൻസ് ഉണ്ട്, അത് വെച്ചിട്ട് അങ്ങ് കുഴിച്ച് എടുക്കും. ഈ കോഴി ഐസിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ കോഴിയെ കൊണ്ട് കളയട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ.